ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എൻ്റെ ഈവനിങ്സ് എന്ന് പറയുന്നതേ കുറച്ച് എൻ്റെ ഒരു കലാപരിപാടികളാണ് ഈ കാണുന്നതൊക്കെ. എനിക്ക് ഈ ചെടിയും പച്ചപ്പും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഇതുപോലെ ചെടികളുടെ കൂടെയാണ് വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാറ്. ഇത് എൻ്റെ തന്നെ ഓരോ കലാവിരുതുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും ടൈം കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോട്ട് വന്നെത്താനാണ്. വൈകുന്നേരം ചെടിക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെയാണ് ഞാൻ കൂടുതലും സന്തോഷം കണ്ടെത്താറ്. അപ്പം ഇതൊക്കെ റോസാക്കമ്പുകളാണ് കേട്ടോ. ഞാനിതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കീറിയിട്ട് അതിലോട്ടാണ് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെടി നടുന്നത്. ഇത് റോസയാണ്. അപ്പം ഞാനിത് ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു ബ്രാഞ്ചിനെ എടുത്ത് ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇനി എന്നെ റീപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് ഇതിപ്പോൾ സ്നേക്ക് പ്ലാന്റ്സും ഇതെല്ലാം ഞാൻ കിട്ടുന്നതനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ നട്ടു വയ്ക്കും കേട്ടോ. ഈ ഒരു ഒറ്റ പോട്ടിൽ തന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, ഈ ഒരു കളറുള്ള ഇലയുള്ള ചെടിയുണ്ട്, മണി പ്ലാന്റ് ഉണ്ട്. ഇത് മുല്ലയാണ് കേട്ടോ. ആക്ച്വലി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല, മുല്ലയാണ്. ഇതുപോലെ ഒരു കമ്പ് കൊണ്ട് നട്ടപ്പോഴത്തേക്കും അതിൽ മുള വന്നതാണ് കേട്ടോ. അത് പൊടിച്ച് വരുന്നുണ്ട്. ഇതിലും ഞാൻ ബേസിൽ കുറച്ച് മണി പ്ലാന്റ്സ് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആകാശമുല്ലയാണ്. ഇതുപോലെ വരുന്ന ഇത് ആക്ച്വലി ഒരു സിമെൻറ്റിൻ്റെ ഒരു കവറാണ്. അപ്പോൾ ഇതിൽ ആകാശമുല്ല നല്ലപോലെ പൊടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഡേറ്റ്സ് കഴിച്ചിട്ട് അതിൻ്റെ വിത്തിട്ടതാണ്. അപ്പോൾ ഡേറ്റ്സ് ഒരു തൈ പൊടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇത് തുളസിയാണ് കേട്ടോ. നമ്മൾ നല്ല നാടൻ തുളസിയാണ്. പിന്നെ ഇത് നമ്മുടെ ബാൽസമാണ്. ഇതും ബാൽസമാണ്, പക്ഷേ ആകാശമുല്ല അതിനെ കയറി വളഞ്ഞു വെച്ചേക്കുവാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് റോസാ കമ്പാണ്, കൂടുതലും റോസാ ചെടിയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിങ്ങനെ ബുഷി പോലെ വളർന്നു വരും. നല്ല കളർ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് നല്ലപോലെ ഒരു തൈ നട്ടാൽ മതി, ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമാണ് കാണാൻ. വൈകുന്നേരം നമുക്ക് ഇതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്സ് കുറയും. അതുപോലെ തന്നെ ഈ ഒരു ചെടി, ഇതൊക്കെ ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ നല്ല ഫ്രഷ് ലീവ്സാണ് കേട്ടോ. മറ്റേ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് എല്ലാ ചെടികളും ആർത്തുല്ലസിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇത് എനിക്കിതിൻ്റെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രാഞ്ച് ഒടിച്ചെടുത്തതാണ് കേട്ടോ വഴിയിൽ നിന്ന്. അങ്ങനെ അത് പൊടിച്ച് നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെമ്പരത്തി കുട്ടന്മാരുണ്ട്. ഇതും അതിൻ്റെ ബ്രാഞ്ച് കൊണ്ട് വെച്ചതാണ്, പൊടിച്ചു വന്നതാണ്. ഇത് പിന്നെ നമുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, 4 മണി 10 മണി. അപ്പോൾ ആ സംഭവങ്ങളാണ്. ഇതിൽ കഴിഞ്ഞ ആഴ്ച ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നു. ഈ ആഴ്ച യെല്ലോയിലൊരു മൊട്ട് വന്നിട്ട് അത് ഇന്നലെ വിരിഞ്ഞായിരുന്നു, അത് വാടിപ്പോയി. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ്. ഈ ഒരു 2 സോപ്പിൻ്റെയൊക്കെ കവറിലാണ് കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പോട്ട്സ് മേടിച്ച് പൈസ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സീറോ വേസ്റ്റേജ് അല്ലേ, നമുക്കിത് റീസൈക്കിൾ ചെയ്ത് ഇതുപോലത്തെ ചെടിച്ചട്ടികൾക്ക് പകരം നമുക്ക് ഗ്രോ ബാഗ്സ് പോലെ ഇതിനെ യൂസ് ചെയ്യും. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ കവറാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സോപ്പിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് മേടിച്ച് ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ കവറാണ്. അപ്പോൾ ഞാൻ ഇതിലൊക്കെയാണ് ചെടി നടാറ്. നിങ്ങളും ഇതൊരു ടിപ്പായിട്ട് എടുത്തോളൂ. കാരണം നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് റീസൈക്കിൾ ചെയ്തെടുക്കല്ലോ. വെറുതെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ച് അല്ലെങ്കിൽ മഴ പെയ്ത് നനഞ്ഞ് വേസ്റ്റായി കിടന്ന് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതുപോലെയൊക്കെ അത് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബേസിൽ നിങ്ങൾ ഇതിലാണ് ഞാൻ നോർമലി വെജിറ്റബിൾ വേസ്റ്റും ഫ്രൂട്ട് വേസ്റ്റും കൊണ്ടിടുന്നത്. അങ്ങനെ ഇതാ ഒരു ഓറഞ്ചിൻ്റെ 2 തൈകളുണ്ട്, അവിടെയും 2 തൈകളുണ്ട്. ഒരു റോസയുടെ കമ്പും പൊടിച്ച് നിൽപ്പുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പാവലാണെന്ന് തോന്നുന്നു. എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇതുപോലെ ഈ 2 പ്ലാസ്റ്റിക് ബോട്ടിൽസ് കയറി ഞാൻ 2 റോസാ കമ്പാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടം തൊട്ട് പടർന്ന് ഇതുവരെയുണ്ട്. ആൻഡ് ദ ഹാപ്പിയസ്റ്റ് പാർട്ട് ഈസ് ഇവിടെ ഒരു മൊട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മൊട്ടുണ്ട്, ഈ ബ്രാഞ്ചിലും ഒരു മൊട്ടുണ്ട്. അപ്പോൾ ഇത് പൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ വെറുതെ എന്തിനാ കുപ്പികളൊക്കെ വലിച്ചെറിയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം ഇത് റീസൈക്കിൾ ചെയ്യാൻ നോക്കാറുണ്ട്. ഇതിലും ഒരു തുളസി പൊടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ വിത്ത് വന്ന് വീണിട്ട് പൊടിച്ച് നിൽക്കുന്നതാണ്. ഇതും ഒരു മണി പ്ലാന്റ് ആണ്.
പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പേരറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു ലീഫാണ്, ഡുവൽ കളർ വരും, ഗ്രീൻ ഉണ്ട്, പിങ്കും വരും, ഒരു പിങ്ക് ഷെയ്ഡും വരും. അങ്ങനെ അതും ഇവിടെ പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കുറേ കളക്ഷൻസൊക്കെ എനിക്ക് എൻ്റെ നാത്തൂൻ ഗൗരി കൊണ്ടുവന്നതാണ്. അവളും ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും അല്ലാണ്ട് ഒരുപാട് കൂടുതൽ എനിക്ക് വെജിറ്റബിൾസിൻ്റെ സീഡ്സ് കൊണ്ട് തന്നിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പോൾ ഇതും അതുപോലെ ബാൽസമാണ്. ആൻഡ് എനിക്ക് ഒരുപാട് നാളായി ഉള്ളൊരാഗ്രഹമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും പേപ്പർ ചെടി അല്ലെങ്കിൽ ബൊഗെയിൻവില്ല ഈ നമ്മുടെ സമ്മർ സീസണിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാപ്ലിങ് ഞാൻ റേറ്റ് ചോദിച്ചപ്പോൾ തന്നെ 350 രൂപയാണ് പോട്ട് ചെയ്തിരിക്കുന്ന തൈകൾ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ റേറ്റ് കണ്ടിട്ട് മേടിച്ചില്ല. അങ്ങനെ ഞാനൊരു ബ്രാഞ്ച് ഇതുപോലെ ഒരു റോഡ് സൈഡിൽ നിന്ന് എങ്ങാണ്ട് ഓടിച്ചതാണ്. പക്ഷേ അത് സക്സസ്ഫുള്ളായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐ ആം സോ ഹാപ്പി ഓൺ ദാറ്റ്. നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഈ കോർണറിലായിട്ട് വേറൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ പയറാണ് കേട്ടോ, നാടൻ പയർ. ഇത് വന്നിട്ട് നമ്മുടെ ഇതെന്താ ഇങ്ങോട്ടൊക്കെ മാങ്ങാ ചെടി എന്ന് പറയും. ഒരു ഓറഞ്ച് കളർ ഫ്ലവർ വരും, ഫ്ലൂറസെൻറ്റ് കളർ ഓറഞ്ച് ആൻഡ് യെല്ലോ, അതിൻ്റെ 2 വേരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് നട്ടാൽ മതി, ഇതിനി ഫുൾ സ്പ്രെഡാവും കേട്ടോ. ഇഷ്ടംപോലെ തൈകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ ആകെപ്പാടെ ഒരു പ്ലാന്റാണ് വെച്ചത്, ഇപ്പോൾ തന്നെ 3 പ്ലാന്റായി. പിന്നെ ഒരു ബേബി പ്ലാന്റ്. ഇങ്ങോട്ട് മൊത്തം തുളസി പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ തുളസിയാണ്. പിന്നെ ഞാൻ ഇതും ഗൗരി എനിക്ക് കൊണ്ടുവന്ന വിത്താണ്. അതിനെ ഞാൻ മുളപ്പിച്ച് ഇളക്കി നട്ട് പരിപാലിക്കുന്നതാണ് കേട്ടോ. പയർ അങ്ങനെ അത് പടർത്തി വിട്ടിട്ടുണ്ട്. പയറിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു തട്ടിൽ കുറച്ച് ചെടി ഇതുപോലെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത് പൊടിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് തെറ്റിയുണ്ട്. ഇതിലും റോസ് അതാണ്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. പുതിയ ഇലയൊക്കെ കുരുത്ത് വന്നിട്ടുണ്ട്. മുല്ല അതുപോലെ തന്നെ. ഇതൊക്കെ മുളകാണ് കേട്ടോ. ഇവിടെ കൂടുതലും കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങളുണ്ട്. ഇത് ലീവ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ലേഡീസ് ഫിംഗറാണ്. വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഒരു കുഞ്ഞ് ബേബി പ്ലാന്റും കൂടി താഴെയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓറഞ്ചാണ്. ഞാൻ അവിടെ മറ്റേ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇടുന്ന ബേസിന് നേരത്തെ കാണിച്ചില്ലേ, അപ്പോൾ അതിൽ നിന്ന് പൊടിച്ച് വന്നതിനെ ഞാൻ റീപോർട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന നമ്മുടെ രമ്പ ഇലയാണ്. പിന്നെ ഇതൊക്കെ തുളസിയാണ് കേട്ടോ. ഈ മതിലിനോട് ചേർന്ന് പൊടിച്ച് നിൽക്കുന്നത് ഫുൾ തുളസി പ്ലാന്റ് ആണ്. ഇവിടെയും ഒരു വെണ്ടയ്ക്കയുടെ പ്ലാന്റ് ഉണ്ട്. ഇവിടെയും പച്ചമുളക്. ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരങ്ങളിൽ ഞാൻ കൂടുതലും സമയം ചിലവഴിക്കാറ് ഇതിൻ്റെ അടുത്താണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ അടുത്താണ്. എന്നും ചെന്ന് നോക്കും, എന്തായി, വളർന്നോ, പുതിയ മൊട്ട് വന്നോ, ഇല വന്നോ, പൂ വന്നോ എന്നൊക്കെ നിന്ന് നോക്കും. പിന്നെ താഴെയും ഞാൻ കുറച്ച് അമ്പുടും എപ്പോൾ എടുത്ത് കളയും എന്നറിയത്തില്ല. പക്ഷേ ഇതും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പൂത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ടൊമാറ്റോ പ്ലാന്റ് ഉണ്ട് കേട്ടോ. തക്കാളിയാണ്. നമുക്ക് എന്തായാലും ഇതിൽ പൂവും കായൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ചവറിടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്താണ് നട്ടേക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ നേരത്തെ മാങ്ങാച്ചെടി എന്ന് പറഞ്ഞില്ല, അതുപോലെ എൻ്റെ പൂ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കമ്പൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതും ഉണ്ട് ഇവിടെ. ഇത് വന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സാപ്ലിങ്സ് ഇവിടെ വരും. ഇതിൻ്റെ പുറകിൽ ബുഷായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് തക്കാളിയാണ്. തക്കാളി ചെടി ഇതുപോലെ താഴെ ഇളക്കി നട്ടതാണ്. ഇതിലെവിടെയോ ഞാൻ രാവിലെ ഒരു പൂവ് ഉണ്ടായിരുന്നു. പൂ മൊട്ടിങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തക്കാളിയൊക്കെ കാച്ച് വരുമ്പോഴത്തേക്കും ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ എൻ്റെ വൈകുന്നേരങ്ങളിൽ ഓൾമോസ്റ്റ് കൂടുതൽ നേരം എൻ്റെ സമയം ചിലവഴിക്കുന്നത് ഈ ഒരു സ്പോട്ടിലാണ്. ഒന്ന് നോക്കി നേച്ചറൊക്കെ ഒന്ന് കണ്ട് സമാധാനമായിട്ട് എല്ലാം നോക്കി കണ്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടൻ ഇടുന്നതും കട്ടൻ ചായ ഉണ്ടാക്കലും കുടിക്കലും പിന്നെ രാത്രിത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു പരിപാടിക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നെപ്പോലെ ഇതുപോലെ ചെടികളോടുള്ള ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രാന്തുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.